കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും ഒരുപോലെ ചർച്ച ചെയ്യുന്ന ആ വലിയ വാർത്ത ആരും അസംഭവ്യമെന്ന് കരുതിയത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഒരു വശത്ത് ലോകത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നായകൻ നരേന്ദ്രമോദി, മറുവശത്ത് ദശലക്ഷക്കണക്കിന് അനുയായികളുള്ള ആത്മീയ പണ്ഡിതൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയർ. ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ച വെറും ഒരു സൗഹൃദ സന്ദർശനമായിരുന്നോ, അതോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കമോ? എല്ലാ മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് നടന്ന ഈ നിർണായക കൂടിക്കാഴ്ചയുടെ ഉള്ളറകളിലേക്ക് നമുക്ക് പോകാം. ഭാരതം എന്ന മഹാശക്തിയുടെ വളർച്ചയിൽ ഈ ചർച്ച എങ്ങനെ പ്രതിഫലിക്കും? ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന പ്രധാനമന്ത്രിയുടെ ലക്ഷ്യത്തിന് കരുത്തു പകരുന്നതായിരുന്നു കാന്തപുരം ഉസ്താദിന്റെ സന്ദർശനം. കേരള യാത്രയിലൂടെ അദ്ദേഹം സമാഹരിച്ച ജനകീയ പ്രശ്നങ്ങൾ നേരിട്ട് പ്രധാനമന്ത്രിയുടെ കൈകളിൽ എത്തിച്ചു. കേരളത്തിലെ സാധാരണക്കാരന്റെ ശബ്ദം ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിൽ മുഴങ്ങിക്കേട്ട നിമിഷമായിരുന്നു അത്. പ്രധാനമന്ത്രിയുടെ നയതന്ത്ര ഇടപെടലുകളെയും ആഗോളതലത്തിൽ സമാധാനം കൊണ്ടുവരാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെയും കാന്തപുരം അഭിനന്ദിച്ചു. ഇത് കേവലം പുകഴ്ത്തലല്ല, മറിച്ച് ഇന്ത്യ എന്ന വൻ ശക്തിയിൽ ലോകം അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പരിശോധിക്കാം. മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു. മലപ്പുറം സെന്ററിന്റെ വികസനത്തിനായി പ്രത്യേക ശ്രദ്ധ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്രം ഈ കാര്യത്തിൽ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ പുരാതന മസ്ജിദുകളും ഇസ്ലാമിക പൈതൃക സ്മാരകങ്ങളും സംരക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം നിലനിർത്താൻ അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സമുദായത്തിനിടയിലുള്ള ആശങ്കകൾ നേരിട്ട് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്ന ആശയത്തിന് ഈ കൂടിക്കാഴ്ച പുതിയൊരു അർത്ഥം നൽകുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി കേന്ദ്ര സർക്കാർ കൂടുതൽ അടുത്ത് ഇടപെടേണ്ടതിന്റെ പ്രാധാന്യം കാന്തപുരം ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ റോഡ് വികസനത്തെ പ്രശംസിച്ച അദ്ദേഹം വിമാനത്താവളങ്ങളുടെ കാര്യത്തിലും കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടു. കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമെന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പ് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണിത്. ഇരു ധ്രുവങ്ങളിലായി നിലനിന്നിരുന്നവർ തമ്മിലുള്ള ഈ സംഭാഷണം രാജ്യത്തിന്റെ ഐക്യത്തിനും സാമ്പത്തിക മുന്നേറ്റത്തിനും വലിയ ഊർജ്ജം നൽകും. വികസനത്തിനൊപ്പം സന്തോഷ സൂചികയ്ക്കും മാനവ വികസനത്തിന് മുൻഗണന നൽകണമെന്ന കാന്തപുരത്തിന്റെ നിർദ്ദേശം സവിശേഷമാണ്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇതൊരു പുതിയ അധ്യായമാണ്. റംസാൻ സന്ദേശം കൈമാറി സ്നേഹത്തോടെയും ആദരവോടെയും പിരിഞ്ഞ ആ കൂടിക്കാഴ്ച രാജ്യത്തെ ഓരോ പൗരനും നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. വിദ്വേഷമല്ല, വികസനവും സംവാദവുമാണ് നാടിന് ആവശ്യമെന്ന് ഈ ചർച്ച തെളിയിക്കുന്നു. ഈ നിർണായക നീക്കത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഭാരതത്തിന്റെ ഭാവിക്ക് ഈ ഒരുമിക്കൽ എത്രത്തോളം ഗുണകരമാകും? ഇവിടെയുള്ള പ്രീണന രാഷ്ട്രീയവും വിദ്വേഷ രാഷ്ട്രീയത്തിന് ഇതൊരു മറുപടിയല്ലേ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും.